സെക്കൻഡിനകത്ത് നമ്മൾ 3 ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇൻ ദ പിക്ചർ സ്മോൾ ട്രയാങ്കിൾ ഈസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ സ്മോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറിലുള്ള സ്മോൾ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ, ദ ഗ്രീൻ സൈഡ്, അത് ഗ്രീൻ സൈഡിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ലാർജർ ട്രയാങ്കിൾ ആർ ദ ടാൻജന്റ് ടു ദ വെർട്ടെക്സ് സ്മോളർ ട്രയാങ്കിൾ ഈ സർക്കം സർക്കിൾ. അതായത് ഈ സ്മോളർ ട്രയാങ്കിളിന്റെ നമ്മൾ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സർക്കം സർക്കിളാണ്. സർക്കിളിനകത്ത് പോയിന്റ്സുകളാണ് എ ബി സി എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളിന്റെ വെർട്ടിസസുകൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ ലാർജർ ട്രയാങ്കിൾ ഇസ് ഇൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് ദ സൈഡ്സ് ഇസ് ദ ഡബിൾ ദ സ്മോളർ ട്രയാങ്കിൾ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കണേ മക്കളെ? ഈ സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഈ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി സി എന്ന് പറയുന്നത് സ്മോളർ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആണെങ്കിൽ ഈ പി ക്യു ആർ എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും ഇക്വലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ എന്താ പറഞ്ഞേക്കണേ? ഈ സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡ് ഇപ്പൊ നമ്മൾ സപ്പോസ് എക്സ് ആണെങ്കിൽ ഈ ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം? 2x ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞേക്കണം എന്ന് ആദ്യം പറയാം. ആദ്യം ഒരു സ്മോളർ ട്രയാങ്കിൾ, അതിന്റെ വെർട്ടെക്സുകൾ എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ഈ സ്മോളർ ട്രയാങ്കിൾ സർക്കം സർക്കിളായിട്ട് വരുന്ന ഈ സ്മോളർ ട്രയാങ്കിളിന് അത് ഏതാണ്? ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചായിരിക്കും. കാരണം അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ ഈ പോയിന്റ് ഇവിടെ ഇതിന് ടാൻജന്റ് ആയിട്ട് ഈ എ എന്ന് പറഞ്ഞ ടാൻജന്റ് ബിക്ക് ടാൻജന്റ് ആയിട്ട് വരച്ച് ഈ ഓരോ കോർഡിനേറ്റും ഓരോ പോയിന്റ്സിനും ടാൻജന്റ് ആയിട്ട് വരയ്ക്കുന്ന ഈ ബിഗർ ട്രയാങ്കിൾ, ടാൻജന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ബിഗർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കണം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവണം. ഇനി ഈ ഒരു സൈഡ് എ ബി എന്ന് പറയുന്ന സൈഡ് എക്സ് ആണെങ്കിൽ ഈ പി ക്യു എന്ന് പറയുന്ന ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയായിരിക്കണം? ഡബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഈ പി ക്യു എന്ന് പറയുന്നത് 2x ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫിഗർ ഒന്നുകൂടെ നമ്മളൊന്ന് റഫായിട്ട് വരച്ചു. അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ വെച്ചാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ എ ബി സി സ്മോൾ ട്രയാങ്കിൾ ഇസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യണേ? ഈ വലിയ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കണം? ഈ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നതും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് പ്രൂവ് ചെയ്യണം. ഇക്വലാറ്ററൽ, അതായത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ആണ് അല്ലെ? അത് നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ദെൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ഏതാണ്? ടു ഷോ ദാറ്റ് ദി ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നേക്കണ ക്വസ്റ്റിനകത്ത് ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആണെങ്കിൽ ഈ ആംഗിൾ എ സമം എത്രയായിരിക്കും? ആംഗിൾ എ സമം 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി സമം 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സി സമം എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററുമായിട്ട് നമുക്കൊന്ന് ഈ കോർഡിനേറ്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റുകൾ ഈ റേഡിയസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്യണം. ഒ എന്ന് കൊടുക്കുകയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കില്ലേ? ബി സി എന്ന് പറയുന്നത് ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ബി എസ് സി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് നമ്മൾ സർക്കിളിനകത്ത് പഠിച്ചിട്ടുണ്ട്? 120 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഏതായിരിക്കും? ബി ഒ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. സിമിലർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ സി എത്രയായിരിക്കും? ആംഗിൾ എ ഒ സിയും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആംഗിള് അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഇപ്പൊ ഈ ഒരു ആംഗിൾ 120 കിട്ടി, ഈ ഒരു ആംഗിൾ നമുക്ക് ഇവിടെ 120 കിട്ടി, ഈ ഒരു ആംഗിൾ 120 കിട്ടി. കാരണം ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്കുള്ളത് നേരെ ഡബിൾ ആയിരിക്കും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 60ന്റെ ഇരട്ടി 120 വരും. ഇവിടെ 60 ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരുന്ന 120 വരും. അതുപോലെ തന്നെ ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ വരുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി ഒ എ എന്ന് പറഞ്ഞാൽ 120 ആണെങ്കിൽ ആംഗിൾ പി എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ഈ രണ്ട് ആംഗിളും സപ്ലിമെന്ററി അല്ലേ?
അപ്പൊ ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി ഒ എ അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി വരും അല്ലെ. അപ്പൊ ആംഗിൾ എ ഒ ബി എത്രയാണ് കിട്ടിയാണ് 120 അല്ലേ. അപ്പൊ ആംഗിൾ പി എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ ഒ ബി വരും. അപ്പൊ ഇത് എത്രയായിരിക്കും മക്കളെ 180 മൈനസ് 120 വരും. അപ്പൊ ആംഗിൾ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും 60 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ ഈ വരുന്ന ആംഗിൾ നമുക്ക് ഒരു ആംഗിൾ 60 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അടുത്തെടുക്കാം ആംഗിൾ എ ഒ സി എടുക്കാം. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 180 മൈനസ് 120 എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. സിമിലർലി ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ നമുക്ക് അപ്പൊ ഇത് 120 ആയതുകൊണ്ട് ചുമ്മാ പടത്തിൽ തന്നെ എഴുതാം നമുക്ക് ഇവിടെ 60 ആയിരിക്കും. ഇത് 120 ആയതുകൊണ്ട് ഈ ആംഗിൾ ആറും എത്ര തന്നെയായിരിക്കും 120 ഡിഗ്രി ആയിരിക്കും. therefore ആംഗിൾ ആറ് നമുക്ക് എന്ത് കൊടുക്കാം 180 മൈനസ് 120 വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു എത്രയാ 60 ഡിഗ്രി അല്ലേ. അപ്പൊ therefore the triangle പി ക്യു ആർ എന്ന് പറഞ്ഞതും എന്ത് തന്നെയായി ഈസ് ആൻ ഇക്വലാട്രൽ ട്രയാങ്കിൾ. അത് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആയി ഇക്വലാട്രൽ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ബ്ലൂ ഫിഗറിലുള്ളത് ബ്ലൂ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഇക്വലാട്രൽ ട്രയാങ്കിൾ. അപ്പൊ ഈ ആംഗിൾ 60 ആയിരിക്കും, ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 60 വരും. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ളത് ഡബിൾ ആയിരിക്കും 120 വരും. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ളത് 120 വരും. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കും എത്ര വരും മക്കളെ 120 വരും. ഇനി ഇവിടെ നോക്കാം നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിൾ ബി ഈ ഒരു ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയാണെന്ന് വിളിച്ചിട്ട് സപ്ലിമെന്ററി 180 അല്ലേ. പടത്തിൽ നോക്കി ചുമ്മാ എഴുതാവുന്നേ ഉള്ളൂ. ആംഗിൾ പി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 120 വരും. ഇനി ഈ ആംഗിളും കൂടെ സപ്ലിമെന്ററി ആയതുകൊണ്ട് ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 120 വരും. ഇനി ഈ ആംഗിളും കൂടെ സപ്ലിമെന്ററി ആയതുകൊണ്ട് ഈ ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ 180 മൈനസ് ഈ 120 വരും. അപ്പൊ നമുക്ക് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ആംഗിൾ ആറും എന്ത് കിട്ടി 60 ഡിഗ്രി കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ എന്താണ് ഈ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിൾ എന്തായിട്ട് നമുക്ക് കിട്ടി ദാറ്റ് ഈസ് ഏതാണ് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആയി. ഒന്നാമത്തെ പ്രൂഫായി. ഇനി നമുക്ക് എന്തുകൂടി പ്രൂവ് ചെയ്യണം ഈ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഇക്വലാട്രൽ ട്രയാങ്കിളിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം 2x ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് രണ്ടും 2x ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അറിയാം നമുക്ക് ഈ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞ ഇക്വലാട്രൽ ട്രയാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിൾ 60 ആണ്. അപ്പൊ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു എന്ന് പറയുന്ന ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡ് ഇത് ഈ ലെന്ത് പി ക്യൂവും ഈ പി ആറും ഈ ക്യു ആറും എല്ലാം എന്തായിരിക്കും ഈ ഓരോ സൈഡിന്റെയും ഡബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഈ സൈഡ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഇനി നിങ്ങൾക്കറിയാം ഈ ഒരു ആംഗിൾ അതായത് ഈ സർക്കിളിന്റെ റേഡിയസും ഈ ടാൻജന്റും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും ഇത് നമ്മൾ നോക്കിക്കേ ഈ ആംഗിൾ ബി ഒ എ ഒ ബി എന്ന് പറയുന്നത് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐസോസിലസ് ട്രയാംഗിൾ അല്ലേ. ഇത് 120 ഡിഗ്രി അല്ലേ. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 180ന്ന് 120 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടുന്നത് 60 വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും 30 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 30ഉം ഇത് 90. മൊത്തത്തിൽ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത് 90 ഡിഗ്രി. ഇവിടത്തെ ഇത്ര ഇടം 30. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ പി എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കില്ലേ. അതുപോലെ ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും സെയിം മോഡല് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കി ഈ ഒരു ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായി ഈക്വലാട്രൽ ട്രയാംഗിൾ ആയില്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡും എല്ലാം എന്ത് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ നോക്കാം ആദ്യം. അപ്പൊ ഇത് എങ്ങനെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ആംഗിൾ എ ബി എന്ന് പറയുന്ന സൈഡ് ആദ്യമേ ഫസ്റ്റ് വൺ എക്സ് അത് നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ ആംഗിൾ നോക്കി ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു എത്ര വരും ഇവിടെ 30 ഡിഗ്രി വരും. 30 ഡിഗ്രി വരും. കാരണം അതെങ്ങനെയാണ് 180 മൈനസ് 120 വരും. അപ്പൊ 60 വരും. 60/2. അപ്പൊ ഇവിടെ 30 ആയിരിക്കും.
അതുപോലെ തന്നെ ആംഗിൾ ഒ ബി എ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ഒ ബി എ എന്ന് പറയുന്നത് 60/2 30 ഡിഗ്രി ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും, ഈ ഒരു ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കറിയാം ആംഗിൾ പി എ ഒ എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ പി എ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? ആംഗിൾ പി എ ബി എന്ന് പറഞ്ഞാൽ 90 - 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ ഇവിടെ വരുന്ന ഇത്രയും ആംഗിൾ എത്ര കിട്ടി നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അതുപോലെ തന്നെ ആംഗിൾ പി ബി എ എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 90 ഡിഗ്രി - 30 വരും. കാരണം ഈ ഒരു ആംഗിൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു ആംഗിൾ ആണ് വരുന്നത്. ഇത് മൊത്തത്തിൽ വരുന്നത് ഈ സർക്കിളിന്റെ റേഡിയസുമായിട്ട് ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 90 വരും. അപ്പൊ ഇവിടം വരെ ഉള്ളത് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 വരും. അപ്പൊ ഈ 30ൽ നിന്ന് ടോട്ടൽ 90 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 60 ഡിഗ്രി വരും. ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് 60 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി കിട്ടി, ഈ ഒരു ആംഗിളും 60 ഡിഗ്രി കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ട്രയാങ്കിൾ പി ബി എ എന്ന് പറയുന്നത് എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? therefore ട്രയാങ്കിൾ പി എ ബി ഈക്വൽ ടു എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. കാരണം എന്താണ്? ഈ ഒരു ആംഗിൾ ഓൾറെഡി എന്താണ്? ഈ ഒരു ആംഗിൾ ഓൾറെഡി 60 ആണ് അല്ലെ? അപ്പൊ ഇവിടെ വരുന്ന ഈ പി ബി എ എന്ന് പറഞ്ഞ ആംഗിളും പി എ ബി എന്ന് പറഞ്ഞ, അതായത് ഈ ഒരു ആംഗിളും നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി കഴിഞ്ഞു, 60 ഡിഗ്രി കിട്ടി കഴിഞ്ഞു. അപ്പൊ 3 ആംഗിള് ഈക്വൽ ആണെങ്കിൽ 60 ഡിഗ്രി വീതമാണെങ്കിൽ ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ എപ്പോഴും എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഈ പി ബി എ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? അപ്പൊ നമുക്ക് എന്തറിയാം? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത ആംഗിൾസ് സെയിം ആയിരിക്കും, സൈഡ് സെയിം ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സൈഡ്, ഇത് എക്സ് ആണ്, ഇത് എക്സ്, ഇത് എക്സ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സിമിലർലി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയും നമുക്ക് എത്രയായിരിക്കും? 60 ഡിഗ്രി വരും. ഇവിടെയും നമ്മൾ 60 ഡിഗ്രി വരും. അത് എഴുതേണ്ട ആവശ്യമില്ല, സിമിലർലി എഴുതിയാൽ മതി. അപ്പൊ സിമിലർലി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ടു സിയും കൂടെ എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി, ഈ സൈഡും എന്താണ്? ഈ എ ബി സി എന്ന് പറഞ്ഞ ഇക്വലാറ്ററൽ ആയതുകൊണ്ട് ഈ സൈഡ് എക്സ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ സൈഡ് എക്സ് ആയിരിക്കും, ഈ സൈഡ് എന്തായിരിക്കും? എക്സ് വരും. അപ്പൊ എ ടു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കിട്ടും. അതുപോലെ തന്നെ പി എ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്കത് എഴുതാം. പി എ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ എക്സ് ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെയും എക്സ് ആണ്. അപ്പൊ നമുക്ക് പി ക്യു എന്ന് പറഞ്ഞ എന്താ എഴുതാം? പി എ പ്ലസ് എന്താ എഴുതാം? എ ക്യു എന്ന് എഴുതാൻ പാടില്ലേ? അപ്പൊ പി എ എക്സ് ആണ് പ്ലസ് ഇതും എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x. അപ്പൊ നമ്മൾ ഈ പി ക്യു എന്ന് പറയുന്ന സൈഡ്, വലിയ ട്രയാങ്കിൾ പി ക്യു ആറിനകത്ത് പി ക്യു എന്ന് പറയുന്ന സൈഡ് നമുക്ക് എന്ത് കിട്ടി? 2x കിട്ടി. അപ്പൊ ഈ പി എ എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? ഈ എ ബി എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളുടെ സൈഡ് എത്ര? എക്സ്. അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളുടെ സൈഡ് എന്ത് തന്നെ കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. അപ്പൊ നമ്മളോട് പറഞ്ഞ ഡബിൾ ആയില്ലേ? സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ഡബിൾ ആണ് ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് ഏത് ട്രയാങ്കിൾ വെച്ച് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ആംഗിൾ വെച്ച് ഈ ഒരു സൈഡ് എക്സ് ആണ്, അപ്പൊ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ട്രയാങ്കിളും ഇതും വെച്ച് വേണമെങ്കിൽ എടുക്കാം, ഇതും വെച്ച് വേണമെങ്കിൽ എടുക്കാം. ഏത് ട്രയാങ്കിൾ വെച്ച് എടുത്താലും നമുക്ക് സ്മോളർ ട്രയാങ്കിളിന്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയില്ലേ? ഡെയിലി ഒരു ഹാഫ് അവർ നിങ്ങൾ ക്ലാസ് അവരോടൊപ്പം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും എല്ലാവർക്കും A+ നേടാം. ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ടെൻഷനേ വേണ്ട. ക്രിസ്മസ് എക്സാമിന് നമുക്കത് A+ ആക്കി എടുക്കാം. അപ്പൊ ഡെയിലി ഹാഫ് അവർ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.